ഇത് നമ്മൾ എളുപ്പത്തിലുള്ള ഒരു രാവിലത്തെ ചായക്കടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ രാവിലെ ചായക്കടി ഉണ്ടാക്കുക പറഞ്ഞാൽ എന്താ, ഉപ്മാവല്ലേ, നമ്മൾ സേമിയ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാവിലെ ചില ദിവസമൊക്കെ നമുക്ക് നല്ല മടിയാവില്ല, എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് വേണ്ടേ. നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്ന് എൻ്റെ കുഞ്ഞിൻ്റെ വകയാണ് കേട്ടോ സ്വാഗതം. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമായിട്ടോ ഉണ്ടാക്കണത്. ഇവർക്ക് സേമിയ ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല, എന്താ ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ദോശ, ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുള്ളൂ. ഇത് ഉണ്ടാക്കാൻ കടയിൽ പോകുമ്പോൾ ചില സമയത്തൊക്കെ നമ്മളിത് വാങ്ങാൻ മറന്നു പോകും. അപ്പം അങ്ങനെ വാങ്ങാറില്ല. ഇന്ന് രാവിലെ തന്നെ നേരത്തെ പോയി കടയിൽ പോയി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. നല്ല അരി അരയ്ക്കാനൊന്നിനും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞനും കൂടിയാണ് കേട്ടോ. എവിടെ കേറിയിരിക്കണ നോക്കിയൊക്കെ, അവിടെ കേറിയിരിക്കാൻ പാടില്ലുണ്ണി. ഇതിന് നമ്മൾ ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ടാൽ നല്ലതാണ്, പച്ചക്കറികളൊക്കെ ഇട്ടാൽ. പക്ഷെ നമ്മുടെ കയ്യിൽ അങ്ങനെ ക്യാരറ്റും ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഉപ്മാവാണ്. അത് പൊട്ടിക്കുണ്ണി. ഒരു വലിയ പാത്രത്തിൽ ഇട്ടിട്ട് പൊട്ടിക്കും. അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ, അതല്ല അതിലും വലുത്, അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അടുത്തുണ്ടാവും. അവരവർക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണെന്ന് വെച്ചാൽ ആരും അടുത്ത് കൂടിയും കൂടി വരില്ല. എന്താ പൊട്ടിക്കല്? ആ പൊട്ടിക്കലിന് കൊടുക്കണം അടി. മറ്റേതുകളോ ഇവിടെ പിടിക്കും, താഴെ പിടിക്കില്ലെങ്കിൽ താഴേക്ക് വീണ് പോലേ. എന്താ കത്തിക്ക് മുറിച്ചല്ല. കുഞ്ഞു ഒന്നും മീൻ പിടിക്കാൻ പോകില്ല. ഇപ്പൊ എന്താ കുറേ ദിവസമായിട്ട് സ്കൂളൊന്നും ഇല്ലല്ലോ. ഇവർക്ക് എന്താ പണിയെന്ന് അറിയാം, ഇവിടെ ചാലിൽ മീൻ പിടിക്കുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനിനെ കിട്ടും, എന്നിട്ട് നമ്മുടെ കിണറ്റിൽ കൊണ്ടുവന്നിടുക. അതേപോലെ കനാലിലിടുക. എന്താണ് കേട്ടോ, എന്താ കുളത്തുനിന്നൊക്കെ ഈ സമയത്ത് മീനൊക്കെ ഉണ്ട് പറഞ്ഞ വെച്ചാൽ ഇങ്ങനെ വെള്ളം ഒലിക്കുമ്പോഴൊക്കെ ചാടി ഒന്ന് മോളിക്ക് ചാടി വരുമല്ലോ. അപ്പോൾ ആൾക്കാരിങ്ങനെ വല ഇട്ടിട്ടൊക്കെ പിടിക്കില്ലേ. ഇവിടെയൊക്കെ കുട്ടികൾക്ക് അത്ര കുഞ്ഞു കുഞ്ഞു മീനുകൾ കിട്ടുള്ളൂ. വലുതിനെ കിട്ടിയോ? എന്നിട്ട് അതെവിടെ? ഞാൻ കണ്ടില്ല. കെട്ടി കേട്ടോ. ചെക്കൻ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഇഷ്ടങ്ങളായിരിക്കും. മീൻ പിടിക്കുക, വെള്ളത്തിൽ കൂടെ വല്ലാണ്ട് കളിക്കുക. പെൺകുട്ടികൾക്ക് മുത്തുമാല കോർക്കുക. അതേപോലെ അമ്മൂനൊക്കെ ഏറ്റവും വലിയ പ്രധാന പരിപാടിയാണ് കേട്ടോ കളർ കൊടുക്കുക. അതേപോലെ തലയിലിടാൻ, മുടിയിലിടാൻ എന്തെങ്കിലും ഹെയർ ബാൻഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് പെൺകുട്ടികളുടെ കളികൾ. ഇതൊന്നും ഇങ്ങനെ പൊടിച്ചു കൊടുക്കണ്ടേ. കുഞ്ഞുണ്ണി നീച്ചിട്ടുണ്ട്, അതിൻ്റെ ബഹളാണ് കേട്ടോ. വേറെ മക്കളൊന്നും നീച്ചിട്ടില്ല. നീയല്ലേ? പൊന്നൂസ് നേരത്തെ നീച്ചക്കണു, കുഞ്ഞന് നേരത്തെ നീച്ചക്കണു. അത് കഴിഞ്ഞിട്ടാണ് കിച്ചു നീച്ചക്കണ്. അച്ചുട്ടി നീച്ചിട്ട് പിന്നെയും കടന്നു തുടങ്ങിക്കണം. അല്ലെങ്കിൽ അവളാണ് കേട്ടോ കുട്ടികളിൽ വെച്ചിട്ട് നേരത്തെ നീക്കുക. മാറുമത്തെ നീക്കി മാറ്, ഇതൊന്ന് തീ കത്തിക്കട്ടെ. എന്താ നമ്മൾ സേമിയ ഒന്ന് ചൂടാക്കി എടുക്കണ്ട കേട്ടോ. ഇഷ്ടമല്ലല്ലോ, ഇഷ്ടമല്ലല്ലോ. പിന്നെന്താ കേട്ടെന്നാ, ഇത്ര നേരം അവന് ഇഷ്ടമായിരുന്നു ചേട്ടാ. ഇപ്പൊ ഇതല്ല അത്ര അവന് ഇഷ്ടം. അമ്മമ്മ വീട്ടിൽ നിന്ന് കഴിക്കില്ലേ? അമ്മമ്മ നേരെ ഉണ്ടാക്കില്ലേ? അമ്മമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കില്ലടാ. പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം അല്ലേ? ഉപ്മാ ചട്ടിത്തന്നെ കൊടുക്കണ്ടേ.
എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അമൃതം പൊടി ഇല്ലാണ്ട് ആരുടെ രണ്ടാളുടെ കടുക് ഇട്ട് കൊടുക്കണ്ടേ. കടുക് പൊട്ടി നമ്മളിതാ ഉള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ ഇപ്പം തന്നെ ക്യാരറ്റ് ബീൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിലേ ചെറുതായി അരിഞ്ഞ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികൾ അങ്ങനെയെങ്കിലൊക്കെ പച്ചക്കറി കഴിക്കാത്ത മക്കൾ അതേപോലെ ഗ്രീൻ പീസ് ഇല്ലേ അതും ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അതാ അമ്മ ചോറ് കൊടുക്കണടി കുട്ടിക്കേ. ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ഇത് അധികം എരിവില്ലാത്ത ഉണക്കമുളക്. പച്ചമുളക് ഇട്ടാൽ ചെറിയൊരു കഴിക്കില്ല. ഇതാവുമ്പോൾ അവർ പെറുക്കിയിടും. മറ്റേത് എരിവായി കഴിഞ്ഞാൽ അയ്യോ എരിവാണ് പറഞ്ഞിട്ട് പിന്നെ അവർ വേറെ ഉണ്ടാക്കുന്നത്. കറിവേപ്പില ുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. രാവിലത്തെ കുറേ പണികൾ ഒരുങ്ങിട്ടോ. ഇനി കുറേ പണികൾ ഒരുങ്ങാനുണ്ട്. ചോറായി രാവിലെ. ഗുഡ് മോർണിംഗ്. ചായ വേണ്ടേ? ഇതായിട്ട് ഇപ്പൊ തരാം കേട്ടോ. നീച്ച് പല്ലി വെച്ച് ഓടി വന്നതാ. രാത്രി കിടക്കണതിന്റെ മുമ്പ് ഒരു ഉമ്മ കിട്ടും, രാവിലെ നീച്ച് വന്നാലും ഒരു ഉമ്മ കിട്ടും. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. മുളക് പൊടി ഉപ്പുമാവിലിടുന്നു. നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നോക്കി നോക്കട്ടെ. ഒക്കെ പാകാട്ടോ. അപ്പൊ കുറച്ച് കൂടി കഴിഞ്ഞാലേ നമ്മളിതാ സേമിയ ഇട്ട് കൊടുക്കണ്ടേ. ചെറിയ ചട്ടി അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ടേ ചൂട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. കിച്ചു ഇതിൻ്റെ അടപ്പൊന്നും എടുത്തിട്ട് വേടാ. പുറത്ത് അവിടെ കഴുകി വെച്ച് കൊടുത്ത. അമ്മ ഇവിടെ കൊണ്ടുവന്നപ്പോ ആരോ അങ്ങോട്ട് കൊണ്ട് കണ്ടോ നമ്മുടെ സേമിയ ഉപ്മാവ് കണ്ടില്ലേ? വെള്ളമൊക്കെ ഇതായി പാകത്തിനായി. കണ്ട മാറൂച്ച. ചായയും കൂടി വെക്കട്ടെ കേട്ടോ. ഇത് അടച്ചേക്കട്ടെ. കിച്ചന് ചായ വേണ്ടേ? കിച്ചുട്ട വേണ്ടോ? ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒട്ടിപ്പിടിച്ചോ വെച്ചിട്ടാ കഴിച്ചോക്ക്.
ഈ ചേച്ചിമാരൊക്കെ പല്ലേക്കലൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കട്ടെ. ചായ എവിടെ ഇരിക്കണേ കുഞ്ഞേ? എന്നാ ഉപ്മാവേ ചോറിന് നിങ്ങൾ കഴിച്ചോളി മക്കളെ. അമ്മ പൊന്നൂസിന് ചോറ് എടുത്തിട്ട് പോയപ്പോഴേ കുഞ്ഞിന് ചോറ് കഴിക്കാണ് കേട്ടോ. അതാണ് കുഞ്ഞൻ വരാത്ത. ആദ്യമൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ എന്തെങ്കിലും ഉപ്മാവോ അവിൽ നനച്ചതോ എന്തെങ്കിലും ഉപ്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ അരി ഉപ്മാവോ അല്ലെങ്കിൽ അതേപോലെ റവേ സേമിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റില്ല. അതേപോലെ ഇവിടെ മക്കളും സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉപ്മാവ് ഉണ്ടാക്കുക അതോ ഇനി ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ പച്ചക്കറി ഇടും, അല്ല പറഞ്ഞാൽ അതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.